ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഒരു വ്ളോഗുമായിട്ട് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അതേപോലെ നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന നമ്മളുടെ അടുത്തുള്ള ആൾക്കാർ ചോദിച്ചു തുടങ്ങി, നിങ്ങൾ എന്താണ് വ്ളോഗൊന്നും ഇടാത്തേ? അങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് എന്തായാലും എടുത്തേക്കാം, ഒരു സ്ഥലം വരെ പോവല്ലേ. അപ്പോൾ നമ്മളല്ല കേട്ടോ, ഫാമിലി ആരുമില്ല, ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് പോവുകയാണ്. എവിടെയെന്ന് വെച്ചാൽ ഊട്ടിക്കാണ് പോണത്. അപ്പം എൻ്റെ ഫസ്റ്റ് ഊട്ടി ട്രിപ്പ് എങ്ങനെയായിരിക്കും എന്നൊരു വ്ളോഗായിട്ട് എടുത്താൽ ഞാൻ വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്തിടണം, ഡ്രസ്സ് പാക്ക് ചെയ്യണം. ഡ്രസ്സില്ലാണ്ട് എന്ത് ട്രിപ്പ് അല്ലേ. അപ്പോൾ ബാക്കിൽ കാണുന്ന ഇതൊക്കെ ആരും പേടിക്കണ്ട, ഇതൊക്കെ നമുക്ക് പെട്ടിൽ നിറക്കേണ്ടതാണ്. പിന്നെ അതൊക്കെ ഒന്നും പേടിക്കാതെ എൻ്റെ ഓഫീസ് ഡ്രസ്സ് അങ്ങനെയൊക്കെ അത് വീക്കെൻഡ്സിൽ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും വൈപ്പിക്കാണ്ട് നമ്മുടെ ഡ്രസ്സ് പാക്ക് ചെയ്യാം. ഡ്രസ്സ് പാക്കിന് ശേഷം ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണിക്കാം. അങ്ങനെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണേ. അപ്പോൾ ആരും പേടിക്കണ്ട, ഞാൻ ഒരു 3 ദിവസം കഴിയുമ്പോൾ തിരിച്ചെത്തും. ഇപ്പോൾ ഡ്രസ്സൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. സോ ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്ന് ഊട്ടിക്ക് പോവാണ്. ഊട്ടിക്ക് പോകാൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, ജീൻസും ടോപ്പുമാണ്. അത്ര വലിയ ആർഭാടമൊന്നും ഇല്ല, എന്നാലും സത്യം പറയാലോ, ജസ്റ്റ് ഒരു 10 മിനിറ്റ് മുമ്പാണ് കുളി കഴിഞ്ഞത്. എനിക്കെന്താണെന്ന് അറിയില്ല, ഇന്ന് രാവിലെ ഭയങ്കര ഹോം സിക്നെസ്, പോകാൻ ഭയങ്കര മടിയായിരുന്നു. അത് കാരണം റീൽസ് കണ്ടുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞ 10 മിനിറ്റ് ആയിട്ടെ അവസാനം റെഡിയായി. അപ്പോൾ ഇന്ന് 12-ാം തീയതി ഊട്ടിക്ക് പോവാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു എത്ര മണിയായിട്ടുണ്ടാവും, ഒരു 11 മണി ആയിട്ടുണ്ട്. അപ്പോൾ കസിൻ കൊണ്ടേ ആക്കിത്തരും ബസ് സ്റ്റോപ്പിലേക്ക്. അവിടെ നിന്ന് ആണ് യാത്ര. അപ്പോൾ നമ്മുടെ പെട്ടി ഇതുവരെ ഞാൻ അടച്ചിട്ടില്ല. പെട്ടി ആർക്കോ വേണ്ടി ഞാൻ തുറന്നു വെച്ചിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും എടുക്കാൻ മറന്നുപോയാലോ എന്ന് വിചാരിച്ച് പെട്ടി ഇതുവരെ അടച്ചിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ബാക്കി ക്ലിപ്പിങ്സ് കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, റെഡി ആയി എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. മുടിയൊക്കെ ഒന്ന് ഉണക്കണം, സെറ്റാക്കണം. അത്ര വലിയ മേക്കപ്പൊന്നും ഇല്ല, ജസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇട്ടു, അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി പിന്നെ കാണാം കേട്ടോ. സോ ഗൈസ്, നമ്മുടെ ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ കസിനാണ് എന്നെ ബസ് സ്റ്റോപ്പിലേക്ക് ഡ്രോപ്പ് ചെയ്യണത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇവിടെ പോയാലും നമ്മൾ അടുത്തുള്ള ചാപ്പിൽ കയറി പ്രാർത്ഥിച്ച് തിരികെ കത്തിച്ചിട്ടാണ് പോകുന്നത്. സോ ആദ്യം തന്നെ ഞാൻ ചാപ്പിൽ കയറി പ്രാർത്ഥിച്ചു. അങ്ങനെ ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ പോകുന്നതായുള്ള കുറച്ച് ക്ലിപ്പിങ്സാണിത്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു, അതെല്ലാം വീഡിയോൻ്റെ ലെങ്ത്ത് കാരണം എഡിറ്റ് ചെയ്തു. അപ്പോൾ വൈകിട്ട് നമ്മൾ കൊരട്ടിലെത്തിയപ്പോഴാണ് ടീയും സ്നാക്സൊക്കെ കഴിച്ചത്. അങ്ങനെ പോകുന്ന വഴിക്ക് കാണാൻ നല്ല ഭംഗിയുള്ള കുറേ വിഷ്വൽസൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ അധികം വോയിസ് ഓവർ ചെയ്ത് വെറുപ്പിക്കുന്നില്ല. ഇനി ഓരോ ഡെസ്റ്റിനേഷനിലെത്തുമ്പോൾ അതെന്താണ്, എവിടെയാണ്, നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. സോ ഗൈസ്, നമ്മൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കൊവയിലെത്തി. കോയമ്പത്തൂരിലുള്ള പ്ലേസാണ്. നമ്മുടെ സെയിം മറൈൻ ഡ്രൈവിലത്തെ ഒരു സെയിം സെറ്റപ്പാണ് ഈ കൊവയെന്നും പറയണത്. അപ്പോൾ നമ്മുടെ വണ്ടി സർവീസ് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മുടെ ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് ഈ സമയത്ത് ഈശ്വർ ടെമ്പിൾ വിസിറ്റ് ചെയ്തു. പക്ഷെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ക്ലോസിങ് ടൈം ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെ നമ്മൾ 3 പേരും കൊവയിൽ കുറച്ച് നേരം നടന്നു. നല്ല രസമുണ്ടായിരുന്നു, കാരണം ഈവനിങ് ആയതുകൊണ്ട് തന്നെ കാറ്റും നല്ല രസത്തിൽ നമ്മളവിടെ കുറച്ച് നേരം എൻജോയ് ചെയ്തു. ഇതിൻ്റെ ബാക്ക് സൈഡിലൊരു ലേക്കൊക്കെയാണ്, അവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്. അടിപൊളിയായിരുന്നു. കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നടന്നു. അതിനുശേഷം ഫൺ മാളിൽ പോയി. ഫൺ മോളും കോയമ്പത്തൂരത്തെ ഒരു മോളാണ്. ഇതാണ് എൻട്രൻസ്. അങ്ങനെ കോയമ്പത്തൂരത്തെ മോളും വിസിറ്റ് ചെയ്യാൻ പറ്റി. സാധാരണ എപ്പോഴും ലുലു മോളും സെൻറ്റർ സ്ക്വയറും ഫോറം മോളല്ലേ എപ്പോഴും പോകുന്നത്. ഇപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ കോയമ്പത്തൂരിൽ ഒരു മോളും കൂടി വിസിറ്റ് ചെയ്തു. അധികം തിരക്കൊന്നും ഉണ്ടായില്ല. സാധാരണ വീക്ക് ഡേയ്സ് ആയാലും വീക്കെൻഡ്സ് ആയാലും നമ്മുടെ ലുലു മോളൊക്കെ ഫുൾ ക്രൗഡായിരിക്കും. പക്ഷേ ഇവിടെ അധികം തിരക്കൊന്നും
ഉണ്ടായില്ല. പിന്നെ അവിടെ ഒരു ഫിഷ് സ്പായൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചുമ്മാ ഒന്ന് വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ അധികം നേരം സ്പെൻഡ് ചെയ്തില്ല. കുറച്ച് നേരം ശേഷം നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് ജീന ചേച്ചി. അങ്ങനെ ഞാനും ചേച്ചിയും പിന്നെ രാഹുൽ സാറും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫൺ മോളിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഈ ഫുഡ് കഴിക്കാൻ കയറിയതിന് പിന്നിൽ കുറേ സ്റ്റോറീസ് ഉണ്ടായിരുന്നു. എല്ലാം ഒരു മെമ്മറബിൾ ആയുള്ള ട്രിപ്പ് തന്നെയായിരുന്നു. അങ്ങനെ രാത്രി കോയമ്പത്തൂർ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് ഊട്ടിക്ക് നമ്മൾ യാത്ര തുടങ്ങി. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പക്ഷെ ഞാൻ അതൊക്കെ ഒന്നും എടുത്തിട്ടില്ല. ഇതൊക്കെയാണ് കോയമ്പത്തൂർ വില്ലേജ് എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ സാധാരണ ഫുൾ മരമൊന്നും ഇല്ലല്ലോ, പക്ഷെ അവിടെ ഒരു വെറൈറ്റിയാണ്. അവിടെ മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. 2 സൈഡും മരമൊക്കെ ഉണ്ടായിട്ട് നടുക്കൂടി വണ്ടി പോകുമ്പോൾ കാണാൻ നല്ല രസമാണ്. ഇതൊക്കെയാണ് പോകുന്നുള്ള വിഷ്വൽസ്. കുന്നും മലയും കാടും എല്ലാം ഞാൻ വിട്ടുപോകാണ്ട് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഊട്ടി എത്തി ഗൈസ്. കണ്ടല്ലോ, ഊട്ടി ടോയ് ട്രെയിൻ കണ്ടല്ലോ. ഞാൻ ട്രെയിനിലെ ലാസ്റ്റ് വിസിറ്റ് ചെയ്തത് 2018 ആണ്. അതിനുശേഷം പിന്നെ ട്രെയിൻ കാണുന്നതും റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതും ഇപ്പോഴാണ്. അപ്പോൾ ഞാൻ ഊട്ടിയിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് വിസിറ്റ് ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ എനിക്കെല്ലാം ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഈ ടോയ് ട്രെയിൻ കാണുന്നതും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. ഇവിടെയും കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു, വീഡിയോ ഒക്കെ എടുത്തു. എനിക്ക് വീഡിയോ എടുക്കാൻ ചേച്ചിയും സാറൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്തു. ഇവിടെയും കുറേ നേരം നമ്മൾ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ റെയിൽവേ ട്രാക്ക് കൂടി നടന്നു, ഫോട്ടോസ് എടുത്തു. എല്ലാം അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് വേറൊരു എക്സ്പീരിയൻസ് ആണെന്ന് തന്നെ പറയാം. ഇതാണെന്ന് വെച്ചാൽ ഞാൻ റീലെടുക്കണേ. അപ്പോൾ ഞാൻ ചേച്ചിനെ വിളിക്കണം, ചേച്ചി ഓടി വാ. പാവം ചേച്ചി നാണം കൊണ്ട് വന്നില്ല. ഞാൻ മറ്റേ ഷാരുഖ് ഖാനും ദീപിക പദുക്കോണും അതൊന്ന് റീമേക്ക് ചെയ്യാനാണ് നോക്കിയത്. പക്ഷേ ചേച്ചി വന്നില്ല. പക്ഷേ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവിടെ ഒരു ട്രെയിനൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ കയറി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ടോയ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുറേ നേരത്തിന് ശേഷം കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ ടോയ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ടോയ് ട്രെയിൻ കണ്ടു മടങ്ങി നമ്മുടെ യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ വേറൊന്നുമല്ല, നമ്മുടെ ഹോട്ടൽ മൊണാർക്ക് ഹോട്ടലാണ് നമ്മളുടെ സ്റ്റേ ഉണ്ടായിരുന്നത്. അങ്ങനെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ നന്നായിരുന്നു. ഐസ്ക്രീമും ഫ്രൂട്ട്സൊക്കെ കഴിച്ചു. ഇനി നമുക്ക് റൂം ടൂർ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ ഇവിടെ തന്നെ കയറി വരുമ്പോൾ തന്നെ ഷെൽഫൊക്കെ ഉണ്ട്. പക്ഷെ ഷെൽഫൊന്നും കാണിക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ഉടുത്ത ഡ്രസ്സൊക്കെ ഉണ്ട്. നല്ല ഷെൽഫ് ഏരിയ. ഇവിടെ നമ്മൾ വാഷ്റൂം കാണിക്കാൻ പറ്റത്തില്ല, നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത് പോയി. പിന്നെ ഇവിടെ കയറുമ്പോൾ തന്നെ നമ്മളെ വൃത്തിക്ക് കാണാൻ വേണ്ടി ഒരു വലിയ മിററുണ്ട്. എന്നെ കാണുന്നുണ്ട് റിയ ക്യാമറമാൻ. എന്നിട്ട് നമ്മളിങ്ങനെ, അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ ഇവിടെ നല്ല വൃത്തിക്ക് നീച്ച റൂമാണ്. 2 ആൾക്കാർ വന്ന് അലമ്പാക്കിയിട്ടുണ്ട്. അപ്പം ഇവിടെ നല്ല സോഫയൊക്കെ ഉണ്ട്. സോഫ കണ്ടില്ലേ, നല്ല കംഫി ആയിട്ടുള്ള സോഫയാണ്. പിന്നെ പഠിക്കാൻ റീഡിങ് ഉള്ളവർക്ക് ലാമ്പ് ഉണ്ട്. വേണമെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്ത് ലാമ്പായിട്ട് നമുക്ക് കിടക്കാം. ഇവിടെ ചാർജിങ് ഏരിയ, ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, ഫോണുണ്ട്, നമുക്ക് വിളിച്ചിട്ട് ഒരു ഐസ്ക്രീം പറഞ്ഞാലോ. പിന്നെ ഇവിടെ 2 ബെഡുണ്ട്. പക്ഷെ നമ്മൾ ആകെ 2 പേരേ ഉള്ളൂ. ഇതാണെങ്കിലും നല്ല കംഫി ആയിട്ടുള്ള ബെഡാണ്. നല്ല സ്പ്രിംഗ് ബെഡാന്ന് തോന്നുന്നു. അതിനുശേഷം TV ഉണ്ട്. പക്ഷെ നമ്മൾ വീട്ടിൽ പോലും TV കാണാറില്ല. സോ TV ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ടീ മേക്കറുണ്ട്, കപ്ബോർഡ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, ഇതെല്ലാം നിങ്ങളുടെ മേക്കപ്പ് കിറ്റാണ്. പിന്നെ എന്താ ഉള്ളത്, പിന്നെ നമുക്ക് ഇവിടെ ഇതാണ് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ.
പക്ഷെ ഡ്രസ്സിങ് ഏരിയയിൽ ഇപ്പോൾ ഫുള്ളും എന്താ പറയുക ബുക്കും അതൊക്കെയാണ്. ഇവിടെ നമുക്ക് കുറേ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. 2 ബെഡ്, പ്രത്യേകിച്ച് അത്ര വലിയ ഇതൊന്നും ഇല്ല, കാണിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ ബാൽക്കണിയാണിത്. ബാൽക്കണി എന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഓപ്പൺ ചെയ്ത് ഇപ്പം കണ്ടുപിടിച്ചത്. ഓപ്പൺ ചെയ്യാം, നല്ല വ്യൂ ഒന്നുമില്ല. കാർ പാർക്കിംഗ് ഏരിയയാണ്. നമുക്കിനി ഇത് കാർ പാർക്കിംഗ് ഏരിയയാണ്. നമുക്കിനി അടക്കാം, കാരണം നമുക്ക് ഇതാണ് നമ്മുടെ റൂം. നമുക്കിങ്ങനെ ഇതടക്കാം. സോ ഗൈസ്, നിങ്ങൾ റൂം ടൂർ കൊണ്ട് ആരും പേടിക്കണ്ട. അങ്ങനെ നമ്മുടെ മീറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ മൊണാർക്ക്. വെട്ടം സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തതാണെന്ന് ഞാൻ കേട്ടു. ഇതൊക്കെയാണ് നമ്മുടെ ടീം മെമ്പേഴ്സ്. ഞാൻ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പോയില്ല, കാരണം എല്ലാവരുടെയും പ്രൈവസി നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ വൈറ്റ് ഷർട്ട് ആൻഡ് ബ്ലൂ ഓർ ബ്ലാക്ക് ജീൻസ് ആണ് നമ്മുടെ ഡ്രസ് കോഡ്. ഇതൊക്കെ നമ്മുടെ ടീം മെമ്പേഴ്സാണ്. ഇവരൊക്കെ ഓരോ കാരണങ്ങൾ ഇങ്ങനെ പറയണതൊക്കെ പറഞ്ഞൊക്കെ തന്നു. അങ്ങനെ നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം രാത്രി ഫുഡൊക്കെ കഴിച്ചു. ഇത് നമ്മുടെ നെക്സ്റ്റ് ഡേ ആണ്. ഇതാണ് നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞുള്ള നെക്സ്റ്റ് ഡേ, ഔട്ടിംഗ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഈ മിറർ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇതിന് മുമ്പിലായിരുന്നു കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസും എടുത്തു. ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ എല്ലാ ദിവസത്തെയും പരിപാടി. അപ്പോൾ 2 പേരും കൂടി നിന്ന് നമ്മൾ റൂം അങ്ങനെയായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ടിങ് പോകാനുള്ള ഔട്ട്ഫിറ്റ്. അപ്പോൾ നമ്മൾ ഔട്ടിങ് ഫസ്റ്റ് പോയത് കർണാടക ഗാർഡനിലാണ്. നമ്മുടെ ലോട്ടസ് ടെമ്പിൾ പോലെയുള്ള കുറച്ച് സീനറീസ് ആയിരുന്നു, കാരണം പ്ലാന്റ്സും ട്രീസും ഓരോ ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് ഷേപ്പൊക്കെ ചെയ്തൊക്കെ വെച്ചു. ബേർഡ്സും ആനിമൽസായിട്ട് വെച്ചു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എനിക്ക് അറിയാനും പാടില്ല. പ്രത്യേകിച്ച് അങ്ങനെ പറയാനും ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം എല്ലാവരും കർണാടകയിൽ പോയാൽ വിസിറ്റ് ചെയ്യണം, നേരിട്ട് കാണണം. ഫോട്ടോയിനേക്കാളും ഭംഗി നേരിട്ട് കാണാൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ടീം മെമ്പേഴ്സായിട്ടാണ് നമ്മൾ ഓരോ ഔട്ടിങ് പോയത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയത് കർണാടക ഗാർഡനാണ്. കാണാൻ നല്ല ഭംഗി, റെഡ് ഫ്ലവറൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെയും നമ്മൾ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ദിവസത്തെയും സെയിം പരിപാടി. നിങ്ങൾ ഗാർഡൻ കണ്ട് നോക്കുക, ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും വിസിറ്റ് ചെയ്യണം. ഗാർഡനിലും ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ അടിപൊളി
പിക്കൊക്കെ എടുത്തു. ഈ സമയത്തിന് എന്താണ് പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു പാലത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ കുറച്ച് നേരം കാരണം പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. ഞാനെനിക്ക് വോയിസ് ഒന്നും കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ പാലൊക്കെ കുലുങ്ങുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ അതിനെക്കുറിച്ചായിരിക്കും പറയുക. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് പോയത് ഒരു ഡൊഡപ്പേട്ട മാർക്കറ്റിലാണ്. പ്രൊണൗൺസിയേഷൻ അത് തന്നെയാണെന്ന് എനിക്ക് അറിയില്ല, തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ അവിടെയും ഒരു 5:30 ആകുമ്പോൾ തന്നെ ക്ലോസ് ചെയ്യും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടത്തെ പോലെയല്ല, അവിടെ എല്ലാം നേരത്തെ തന്നെ ക്ലോസ് ചെയ്യും. ഇതൊരു വ്യൂ പോയിൻ്റാണ്. റിയലി അമേസിങ് ആയിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ്. നല്ല രസമുണ്ടായിരുന്നു. ഒരു ഈവനിങ് ആയതുകൊണ്ട് തന്നെ തണുത്ത കാറ്റും കോടയും മഞ്ഞും എല്ലാം കൂടി ആയപ്പോൾ നല്ല അടിപൊളി ഒരു വിഷ്വൽസും എക്സ്പീരിയൻസും ആയിരുന്നു. ഇതൊക്കെയാണ് അവിടുത്തെ കുറച്ച് വിഷ്വൽസ്. ഇതിനിടയ്ക്ക് നമ്മൾ പൈൻ വാലീസ് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തായിരുന്നു. പക്ഷേ ഞാൻ അതിൽ ഒന്നും വീഡിയോസോ റീൽസോ ഒന്നും എടുത്തില്ല. പ്രത്യേകിച്ചൊന്നും ഇല്ല, നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെയുള്ള പൈൻ വാലീസാണ്. പിന്നെ പോയത് ഇവിടെയാണ്. ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് ക്ലിപ്പിങ്സാണ് ആഡ് ചെയ്തേക്കണേ. നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ മാർക്കറ്റ് പോലെയൊന്നുമല്ല. ഇതെന്ന് പറയുമ്പോൾ വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം നിറച്ചും ചെടിയും മരങ്ങളും അതിനിടയ്ക്ക് കുട്ടി കുട്ടി ഷോപ്സും പിന്നെ വ്യൂ പോയിൻ്റ്, കുരങ്ങന്മാർ, പിന്നെ എല്ലാവരും ഫോട്ടോസ് എടുക്കുന്ന തിരക്ക്, റീൽസ് ഉണ്ടാക്കുന്ന തിരക്ക്, ഇതെല്ലാം കൂടി മൊത്തത്തിലൊരു അടിപൊളി ട്രിപ്പ് തന്നെയാണെന്ന് പറയാം. അതിനുശേഷം നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ ടീ ഫാക്ടറിയിൽ വിസിറ്റ് ചെയ്തു. ടീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു. പിന്നെ രാത്രി DJ ഉണ്ടായിരുന്നു, DJ പാർട്ടി. പിന്നെ ഇത് നമ്മുടെ ചെക്ക് ഔട്ട് ഡേ ആണ്. അപ്പോൾ ചെക്ക് ഔട്ട് ചെയ്തു. ചെക്ക് ഔട്ടിന് ചെയ്തതിന് ശേഷം നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ഒരു JD കാർ മ്യൂസിയം ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ കാർ മ്യൂസിയം അതേപോലെ സയൻസ് മ്യൂസിയവും വിസിറ്റ് ചെയ്തു. നമുക്ക് കാർ മ്യൂസിയമാണ് കുറേ ഇഷ്ടപ്പെട്ടത്. കാരണം അടിപൊളി കാർസ്, അതും നല്ല ട്രെൻഡി കളേഴ്സുള്ള കാറൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ മിസ്റ്റർ ബീൻ്റെ സൈക്കിള്, കാറ് അങ്ങനെയൊക്കെ കണ്ടു. പിന്നെ കുറേ കാർസൊക്കെ കുറേ പേര് ഡൊണേറ്റ് ചെയ്തതാണ്. അടിപൊളിയായിട്ടുള്ള ഒരു മ്യൂസിയം തന്നെയാണ്. പിന്നെ സയൻസ് മ്യൂസിയം ആണെങ്കിൽ തന്നെ രസമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളൊക്കെ ചെയ്തായിരുന്നു പറഞ്ഞത്. കാരണം കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ കാണാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ കോയമ്പത്തൂർ വിസിറ്റ് ചെയ്യുമ്പോൾ JD കാർ മ്യൂസിയം എന്തായാലും വിസിറ്റ് ചെയ്യണം. വേറൊരു മ്യൂസിയം അവിടെ ഓൾമോസ്റ്റ് 3 മ്യൂസിയം ഉണ്ട്. കാർ മ്യൂസിയം, സയൻസ് മ്യൂസിയം ആൻഡ് എക്സ്പെരിമെൻറ്റ് മ്യൂസിയം. വേറെ മ്യൂസിയം വിസിറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ കാർ മ്യൂസിയം മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യുക. അത്രയ്ക്കും നല്ല കാർ കളക്ഷൻസ് ഉണ്ട്. കാർ ലവേഴ്സ് ആണെങ്കിൽ മസ്റ്റ് വിസിറ്റ്.
അങ്ങനെ കാർ മ്യൂസിയം, സയൻസ് മ്യൂസിയം എല്ലാം വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ കൊച്ചിയിലേക്ക് മടങ്ങുകയാണ് ഗൈസ്. പോകുന്ന വഴിക്ക് എന്താ പറയുക, ടണൽസ്, പിന്നെ എന്താ പറയുക, വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, എനിക്കതിൻ്റെയൊക്കെ കറക്റ്റായിട്ടുള്ള പേരൊന്നും അറിയില്ല. അതൊക്കെ എല്ലാം കണ്ടു. ഈവനിങ് ആയതുകൊണ്ട് ഈവനിങ് ട്രാവൽ ചെയ്യാൻ നല്ല രസമാണ്. പിന്നെ കോയമ്പത്തൂർ മാർക്കറ്റ് ഇറങ്ങാൻ പറ്റിയില്ല, പക്ഷെ കണ്ടു. ഞാൻ എപ്പോഴും പറയും, ഞാൻ ഉദ്ദേശിച്ച കോയമ്പത്തൂർ കാണാൻ പറ്റില്ല, പക്ഷേ തിരിച്ചു വന്നപ്പോൾ ആ ഒരു കോയമ്പത്തൂർ കാണാൻ പറ്റി. ഫുൾ ലൈറ്റ്സും മാർക്കറ്റും തിരക്കും. അപ്പോഴാണ് ഒരു പക്ക കോയമ്പത്തൂർ എനിക്ക് കാണാൻ പറ്റിയത്. 5 സിനിമയിലത്തെ ആ കോയമ്പത്തൂർ കാണാൻ പറ്റിയതും അങ്ങനെ വിഷമമായിരുന്നു. അങ്ങനെ നമ്മൾ തുരങ്കത്തിലേക്ക് കയറി ഗൈസ്. നമ്മൾ ആദ്യം വന്നപ്പോൾ ഒരു ഒരു എന്താ പറയുക, രാവിലെ ആയിരുന്നു, അതുകൊണ്ട് തന്നെ അത്രയും ഭംഗി തോന്നിയില്ല. പക്ഷേ ഈവനിങ് ആയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ടണൽസൊക്കെ വീഡിയോ എടുത്തു. അങ്ങനെ തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് വന്നു ഗൈസ്. അങ്ങനെ രാത്രി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ യാത്രയായി. ഇതാണ് നമ്മളുടെ ഊട്ടി ട്രിപ്പിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം. 12th സ്റ്റാർട്ട് ചെയ്ത ട്രിപ്പ് 15th നൈറ്റ് അറ്റ് 11 o'clock നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഇതിനിടയ്ക്ക് കൊല്ലങ്കോട് പോകാൻ നോക്കി, പക്ഷേ നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ കൊല്ലങ്കോട് പോകാൻ പറ്റിയില്ല. മൊത്തത്തിൽ ഒരു അടിപൊളി ട്രിപ്പല്ല, മീറ്റിംഗ് ആയിരുന്നു. സോ ഗൈസ്, ബൈ.